ഹലോ പാട്രിയോട്സ്. ഇന്ന് നമ്മളിതാ ഫസ്റ്റ് ഷോ പാട്രിയോട്ടിൻ്റെ സിനിമ കണ്ടിതാ പുറത്ത് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചൊരു ഷോർട്ട് റിവ്യൂ അങ്ങ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രതീക്ഷ നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന, അങ്ങനെ കുറേയധികം ആൾക്കാർ താരനിരകൾ തന്നെ ഇതിൽ അണിഞ്ഞണിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതൊരു മാസ് ഫിലിമായിരിക്കും. ആ ഒരു തരത്തിലുള്ള ഹൈപ്പോ കാര്യമോ ഈ മൂവിക്ക് ഉണ്ടായിട്ടുമില്ല അല്ലേ. എന്നുവെച്ചാൽ ഈ ഒരു മോഹൻലാൽ മമ്മൂട്ടീൻ്റെ ആ കോംബോ ഈ 10-14 വർഷത്തിന് ശേഷം ഒന്ന് പുറത്ത് വരുമ്പം തന്നെ നമ്മൾ വിചാരിക്കും ഇതൊരു സിനിമയായിരിക്കും, ഇതെന്തായാലും കാണണം എന്നല്ലേ. അപ്പം ഒരു ഫസ്റ്റ് ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് തിയേറ്റർ വാച്ച് ആണോ? മൈ ടേക്ക് ഈസ്, മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഈസ് ഹിയർ, വൺ ടൈം തിയേറ്റർ വാച്ച് ഫോർ ഷുവർ. യെസ്, വൈ? ലെറ്റ്സ് സീ ദാറ്റ്. ആദ്യം തന്നെ നമ്മൾ ഡയറക്ടർ ആയ മഹേഷ് നാരായണൻ്റെ കുറേയധികം ഫിലിംസ് നമ്മൾ കണ്ടു. ടേക്ക് ഓഫ് ആയാലും ശരി, അങ്ങനത്തെ മൂവീസിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് ഇത് ഹൈപ്പ് ബേസ്ഡ് മൂവി അല്ല, ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. നല്ല സീനും സെറ്റിങ്ങും പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യമൊക്കെ ഭയങ്കര ഒരു ത്രില്ലടിപ്പിക്കുന്ന സംഭവമായിരിക്കും അത്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, ഒരു സോങ് നമ്മൾ റിലീസ് കണ്ടതാണ്, കാറ്റ് തൊട്ടപ്പോൾ. അപ്പം ആ ഒരു മ്യൂസിക് കുറേ തവണ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു രസമായിട്ട് ഇങ്ങനെ തോന്നി തുടങ്ങും. അങ്ങനെ മൂവിയാണ്. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ആ ഒരു സെറ്റപ്പ് ഈ മൂവിയിൽ എങ്ങനെ, ഈ ഒരു ത്രില്ലർ അല്ലെങ്കിൽ സ്പൈ ത്രില്ലറായിട്ടുള്ള ഈ മൂവിൻ്റെ ഉള്ളിൽ എങ്ങനെ അവർ ഉൾപ്പെടുത്തി, അതെങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പാട്രിയോട്ട് പടത്തിൽ എന്താണ് ഒരു കഥേൻ്റെ ഒരു മൂവ്മെൻറ്റ്, നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ചില ബിറ്റ്സ് ആൻഡ് പീസസ് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ പെരിസ്കോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ല, നമ്മൾ ഈ സബ്മെറീൻസിലൊക്കെ പോകുമ്പോൾ സബ്മെറീൻ ആരും കാണില്ല, അല്ലെങ്കിൽ ശത്രുവിനെ ആരും കാണില്ല, ബട്ട് ഹി വിൽ സീ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ പുറത്ത് എന്താ നടക്കുന്നതെല്ലാം നമ്മൾ നിരീക്ഷിക്കും ഉള്ളിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ അതാണ് ഈ പെരിസ്കോപ്പ്, അതാണ് ഈ മൊത്തം മൂവീൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയാനുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് സിവിൽ സർവേലൻസ്, ഇപ്പം ഒരു മിലിറ്ററി ഗ്രേഡ് അപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതാരാ ഉണ്ടാക്കിയതിന്, ആരാ പാസ് ചെയ്തതിന്, ഒരാളെ ഭരണത്തിൽ അതിങ്ങനെ പാസ് ചെയ്തൊരു സമയമുണ്ട്. അതിലാണ് ഈ ഡാനിയൽ എന്ന കഥാപാത്രം, മമ്മൂട്ടീൻ്റെ കഥാപാത്രവും രേവതി എന്ന ഒരു മിനിസ്റ്ററിൻ്റെ കഥാപാത്രമൊക്കെ വരുന്നത്. അവരുടെ സമയത്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ അവർ അപ്രൂവ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് അല്ലെങ്കിൽ ഒരു ത്രെഡ് എന്ന് വരുന്നത്. പിന്നെ ആ സോഫ്റ്റ്വെയർ ഭരണം മാറുന്നു, അങ്ങനെ ആ സോഫ്റ്റ്വെയർ വേറെ രീതിയിൽ ഒരു നെഗറ്റീവ് ഇതിന് വേണ്ടിയിട്ട്, ഒരു ഈവിൽ കേസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇത് സോഷ്യൽ ഒരു ആപ്ലിക്കേഷനായിട്ട് അതിൻ്റെ മാറുന്നത്. അവിടെയാണ് ഫഹദ് ഫാസിലിൻ്റെ ഒരു റോൾ ഇതിലേക്ക് മെയിനായിട്ട് വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ആൻറ്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ എതിരാളി, ആ പൊളിറ്റീഷ്യൻ്റെ മോൻ. നമ്മൾ ആ ഇതിൽ കാണുന്നതൊന്നും ഞാൻ ഇങ്ങനെ റിവീൽ ചെയ്യാണ്ട് പറയുന്നതാണെങ്കിൽ ഫഹദ് അത് നമ്മുടെ ട്രെയിലറിൽ കാണുമ്പോൾ വിളിക്കും അച്ഛ എന്ന് പറഞ്ഞിട്ട് ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ആരാണ് അച്ഛൻ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് പോകും. അത് മൂവി കാണുമ്പോൾ തന്നെ തുടക്കം തന്നെ ആ സസ്പെൻസൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും. പിന്നെ രേവതീൻ്റെ മരണമായാലും ശരി, അത് കഴിഞ്ഞിട്ട് ദർശനൻ്റെ മരണമായാലും ശരി, അതിൻ്റെയൊക്കെ ഒരു ഇമേജ് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ ഒക്കെ ഒരുവിധം നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മതി. അപ്പം ഒരു ത്രില്ലർ, ഒരു ഹൈ എൻഡ് ത്രില്ലർ അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ്, ഇങ്ങനെ ഒരു നമ്മൾ റോളർ കോസ്റ്റർ റൈഡിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ത്രില്ലർ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു ലെവലിൽ പ്രതീക്ഷ നമ്മൾ വെക്കണ്ട. നമുക്ക് അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാണുന്നതാണെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന രീതിയിൽ നമുക്കതിനെ ഒരു ആക്ഷൻ പാക്ട്, ആക്ഷൻ എന്ന് വെച്ചാൽ ആക്ഷൻ എന്ത് രീതിയിലുള്ള ആക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ എൻഡ് ആക്ഷൻ അല്ല. അവിടെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ അവർ ഫുള്ളായിട്ട് ആ കഥ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, മിലിറ്ററി ഗ്രേഡ് സോഫ്റ്റ്വെയർ, പിന്നെ അത് ഓപ്പോസിറ്റ് വേറൊരു കഴിയിലേക്ക് പോയി അവരതിനെ നെഗറ്റീവ് യൂസ് ചെയ്തു, അതിൻ്റെ ഒരു ഡമ്മി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരിങ്ങനെ സർവേലൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവരെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇതിൻ്റെ പുറകിൽ അവർ ജനറേറ്റ് ചെയ്യുന്നു, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് തീം. പിന്നെ അതന്നെ നോർമൽ ഒരു കഥയിൽ ഉണ്ടാകുന്ന പോലെ ഒരു ശത്രുവിനെ എങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു, എങ്ങനെ കീഴ്പ്പെടുത്തുന്നു, അവരെങ്ങനെ സറണ്ടർ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇതിലെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്ലോട്ട് എന്ന് പറയാൻ മാത്രമുള്ള ഒരു സംഭവം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആ ഒരു കോംബോ ആണ് നമ്മളിതിൽ പ്രതീക്ഷിച്ചങ്ങ് പോകുന്നത്. അപ്പം മമ്മൂട്ടിയാണ് ഇതിൽ നിറഞ്ഞങ്ങ് നിൽക്കുന്നത്. അപ്പം നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടീൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഫുള്ളിങ്ങനെ കാത്തിരിക്കും. മമ്മൂട്ടീൻ്റെ കഥാപാത്രം അഭിനയിച്ചങ്ങ് പൊലിപ്പിച്ച് പിന്നെ വിൽ സീ ദാറ്റ് ദിസ് ഈസ് ദ സ്റ്റോറി, ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ഡെവലപ്പിംഗ് ഓൾ ദിസ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ ലാലേട്ടൻ അവിടെ വരുന്നത്. ആ ലാലേട്ടൻ വരുന്ന സീനായാലും ശരി, 1-2 സ്റ്റണ്ട് സീനായാലും ശരി, ലാലേട്ടൻ്റെ കാലിന് പരിക്കാണ്, കാലില്ല, ആംപ്യൂട്ടഡ് ആണ് ഇതിൽ കാണിക്കുന്നതെങ്കിലും ആ ഒരു രീതിക്കുള്ള അഭിനയവും കാര്യവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ മഹേഷ് നാരായണായാലും ഇവർ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഹൈപ്പോ, ഒരു കമേഴ്ഷ്യൽ മൂവി ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. കമേഴ്ഷ്യൽ മൂവി അല്ലതാനും. ഇത് ജസ്റ്റ് ഒരു കേരള ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ബഡ്ജറ്റ് സ്പെൻഡ് ആക്കി. ഇനി ആ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 140 കോടിൻ്റെ അടുക്ക സ്പെൻഡ് ചെയ്യാൻ മാത്രം ലൊക്കേഷൻസിൻ്റെ ആ ഒരു രീതിയിൽ കാണിക്കുന്ന സിനിമാറ്റോഗ്രഫിയും കാര്യമെല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രമാത്രമൊന്നുമില്ല. ശ്രീലങ്ക, അസർബൈജാൻ,
ദുബായ്, ഇവിടെ ഇന്ത്യയിൽ പല സ്ഥലത്തായി ഷൂട്ട് ചെയ്തെന്നെല്ലാം പറഞ്ഞു. പക്ഷേ ആ ഒരു രീതിക്ക് സീനിക്കല്ല, ഇത് ജസ്റ്റ് ഒരു ആൾക്കാരെ മുഖവും ആൾക്കാരെ ഒരു ക്രിമിനൽ ഒരു കേസ് ഒരു സ്പൈക്സ് ത്രില്ലർ എന്ന് കാണുന്ന രീതിയിലാണ്. പക്ഷേ ത്രില്ലറിൻ്റെ ആ ഒരു അത്രയും ഹൈ എൻഡ് ത്രില്ലർ അല്ലതാനും. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ബാക്കിയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നയൻതാര ആയാലും, നയൻതാരൻ റോൾ എന്ന് വെച്ചാൽ വളരെ കുറച്ചാണ്, ഒരു 5 മിനിറ്റ് ഓൺ സ്ക്രീൻ കാണാൻ പറ്റുന്നേ ഉള്ളൂ. അന്നേരം നമുക്ക് മനസ്സിലാവും ഓക്കെ നയൻതാരൻ ഈ കാണുന്ന ഇത്ര റോൾ ഉള്ളൂ എന്ന്. പിന്നെ കുഞ്ചാക്കോ ബോബനും ഫഹാദിനും നല്ല റോളുണ്ട്. ഫഹാദാണ് ഇതിൽ മെയിൻ ഒരു എതിരാളി, അപ്പം ഓപ്പോസിറ്റ് റോൾ അഭിനയിക്കുന്നത്. അപ്പോൾ ഫഹാദാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഫഹാദും പൊളിറ്റീഷ്യൻ്റെ ഫാമിലിയുമായിട്ടുള്ള ആ റിലേഷനും പിന്നെ നമ്മുടെ മമ്മൂട്ടിയും, ഇതാണ് മൊത്തമായിട്ടുള്ള ഒരു സിനിമേൻ്റെ ഒരു ഇത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് അങ്ങനെ കൂടുതൽ ലാഗും കാര്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം. അങ്ങനെ കഥ ഇങ്ങനെ മൂവ് ആവുന്നത് കാണാൻ നമുക്ക് ബോറടിക്കുന്ന പരിപാടി ഒന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴേക്ക് പിന്നെ കുറച്ച് സ്റ്റണ്ടായി, ചേസിങ്ങും സീനും എല്ലാം പഴയ മൂവികളിൽ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു സീക്വൻസ് തന്നെയാണ്. ഭയങ്കര ഹീറോയിസമോ അങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ മോഡോ അങ്ങനത്തെ ഒന്നും കുത്തി കയറ്റിയിട്ടില്ല. അത് ജസ്റ്റ് വെരി സിമ്പിൾ, വെരി നീറ്റ് കൈൻഡ് ഓഫ് ഫിലിം എന്ന് പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സുഷിൻ ശ്യാമിൻ്റെ BGM ആൻഡ് മ്യൂസിക് ഇതിലെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തതെന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, BGM ചില സ്ഥലങ്ങളിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ആയാലും അല്ലെങ്കിൽ ഒരു ത്രിൽ ബിൽഡ് ചെയ്യുന്ന എയർപോർട്ടിലെ സീൻസ് ആയാലും അവിടെയൊക്കെ BGM നന്നായിട്ട് വർക്കൗട്ട് ആയ പോലെ തോന്നി, ഞങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ മ്യൂസിക്, ഈ ഒരു പാട്ട്, കാറ്റ് തൊട്ടപ്പോൾ എന്ന പാട്ട്, അതിൽ എങ്ങനെ അവർ ചേർക്കുമെന്ന്, അതൊരു ഓഡ് സാധനമായി പോകുമെന്ന്. ബട്ട് നോ, ഇറ്റ് വാസ് അമേസിങ് മിക്സ്. ലൈക്ക് മമ്മൂട്ടീൻ്റെ വ്ളോഗിങ്ങിലേക്കൂടെ ആ കുഞ്ചാക്കോ ബോബൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതും അതിൽ ആ പാട്ട് ജസ്റ്റ് ഒരു ഷെയിനായിട്ട് ഉൾപ്പെടുത്തിയതും നോക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നില്ല. നമുക്ക് വിചാരിക്കും ഓക്കെ ഇത് നല്ല സാധനമാണ്, അതായത് ആ പാട്ടും കയറി കിട്ടി, പക്ഷേ നമുക്ക് ആ ഒരു ത്രില്ലർ മൂവിയിലെ എക്സ്പീരിയൻസും കിട്ടി. അപ്പോൾ പിന്നെ ഫൈനലായിട്ട് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ഈ ഒരു ഫിലിം മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി എല്ലാ ഫാൻസിനും ശരിക്കും ഒരു എൻജോയ്മെൻറ്റ് തന്നെയായിരിക്കും. എന്നുവെച്ചാൽ മോഹൻലാലിൻ്റെ നമ്മുടെ പട്ടാളത്തിൻ്റെ ആ ഒരു ഇതും പിന്നെ ഫ്ലാഷ് ബാക്ക് അവസാനം ഒരു മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദ ബന്ധം എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെയൊക്കെ മ്യൂസിക്കും കാര്യമായാലും ശരി, പിന്നെ മോഹൻലാലിൻ്റെ ഇൻട്രഡക്ഷൻ സീൻസ് ആയാലും ശരി, കുറച്ച് ഫൈറ്റ് സീക്വൻസ് ആയാലും ശരി, പിന്നെ മമ്മൂട്ടിൻ്റെ നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന സംഭവം ആയാലും ശരി, ഇതൊക്കെ ഒരു ഹോളിവുഡ് ലെവലില്ലെങ്കിലും നമുക്ക് ഒരു ഇങ്ങനെ എൻഗേജ് ആയിട്ട് നമുക്ക് കണ്ട് ഇങ്ങനെ രസിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓവറോളായിട്ട് പറഞ്ഞാൽ ഈ മൂവിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററാണ് ഫോർ BGM മ്യൂസിക് എല്ലാം കൂടി ആ ഒരു ഫീൽ, എൻവയറമെൻറ്റൽ ഫീലും എല്ലായിട്ടും നമുക്ക് മൊത്തം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം തിയേറ്റർ, പക്ഷേ സെക്കൻഡ് ടൈം പോകണമെന്നില്ല, ഫസ്റ്റ് ടൈം എന്തായാലും ഒരു തിയേറ്റർ വാച്ചാണ്. അപ്പോൾ 10ൽ ഞാൻ ഒരു പേഴ്സണൽ റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഒരു 7.5 എന്ന റേറ്റിങ്ങിൽ നമുക്ക് ഈ പടത്തിനെ ക്ലോസ് ചെയ്യാം.